സ്വതന്ത്ര ഭാഗ്യം നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയിടയായി തീർന്നുവല്ലോ. അവന്റെ അത്ഭുത നാമത്തെ ഓർത്തുകൊണ്ട് വേർക്കാലം നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ അത്ഭുത നാമത്തെ ഓർത്തുകൊണ്ട് വേർക്കാലം നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും അതിനെത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാവികളെ ഹല്ലേലൂയ സ്തോത്രം മോചിക്കുന്ന, ഹല്ലേലൂയ സ്തോത്രം ഭൂതങ്ങളെ പുറത്താക്കുന്ന, ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ രോഗികളെ സൗഖ്യമാക്കുന്ന, ഓ കാറ്റിന്റെ മേലും കടലിന്റെ മേലും അധികാരമുള്ള ആ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന ഓ ദൈവത്തിന്റെ വയലിൽ ഇന്ന് പകൽക്കാലം നീ മൗനമായി നിൽക്കരുത്. ഓ ഹല്ലേലൂയ സ്തോത്രം അവന്റെ നാമത്തിൽ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഭാവമോചനവും വീണ്ടെടുപ്പും അവന്റെ നാമത്തിൽ വിടുതലുമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവിനെ ആരാധിക്കുവാൻ, എന്റെ യേശുവിനെ ഉയർത്തുവാൻ, ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ആദരങ്ങളെ തുറന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാലെ മായ്ക്കുന്നവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാലെ മായ്ക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ. യേശു, യേശു അവനാരിലും വലിയവൻ, യേശു, യേശു അവനാരിലും മതിയായവൻ, യേശു, യേശു അവനാരിലും വലിയവൻ, യേശു, യേശു അവനാരിലും മതിയായവൻ. വലിയവനായ നല്ലവനായ ശ്രേഷ്ഠനായ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചുവല്ലോ. ഇതുവരെ കാലം ദൈവവരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധമകനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ മാതാപിതാക്കളായ കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാരായ ദൈവദാസന്മാരായ ഞങ്ങളെ കൂട്ടുവരുന്ന ദൈവകൃപയ്ക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളായിരുന്നതൊക്കെയും ദൈവത്തോടുകൂടെ ഇരുന്ന് ശക്തീകരിച്ച് വഴി നടത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിടിവിച്ചുവല്ലോ. കർത്താവെ കാത്തു പരിപാലിച്ച് ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഭാരത്തിനായി സ്തോത്രം. സംസാരിപ്പാൻ ബലപ്പെടുത്തണം, ദൈവകൃപയിലൂടെ നിറയ്ക്കണം. കർത്താവേ, വലിയ സ്തോത്രം. ദൈവത്തിന്റെ വലിയ വചനത്തിൽ താവെ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് കേട്ടുകൊണ്ട് കർത്താവ് ശക്തി പ്രാപിച്ചുകൊണ്ടുപോകുക. ദൈവജനെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്പസമയം ചേർന്നിരിക്കുന്ന ദൈവകൃപയിൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ എല്ലാവർക്കും സഹായിക്കാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട
ഈ വിശുദ്ധ പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, നൃത്തപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഈ നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവവാദത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ബഹുമാനപ്പെട്ട ദൈവദാസൻ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്തോഷകരമായിരിക്കുന്ന ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. പ്രതിയാൽ ഈ വർഷത്തിൻ്റെ പ്രാരംഭ ആഴ്ചയിൽ സ്തോത്രം നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധകളെ തിരിക്കാം. 61 സങ്കീർത്തനമാണ് വായിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 61 സങ്കീർത്തനം. സ്തോത്രം. പലപ്പോഴും ദൈവസന്നിധിയിൽ നാം ഹല്ലേലൂയ സ്തോത്രം ഈ ദൈവത്തിൻ്റെ വചനം ഏറ്റു പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് 61 സങ്കീർത്തനം. സ്തോത്രം ഹല്ലേലൂയ. ഇതിൻ്റെ ഹെഡിങ്ങിലെ സംഗീത പ്രമാണിക്ക തന്ത്രനാദത്തോടെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സ്തോത്രം 2 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായമാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. തൻ്റെ മകനായിരിക്കുന്ന അബ്ശാലോം ഇസ്രായേലിൽ ദാവീദിന് എതിരെ കൂട്ടുകെട്ടുണ്ടാക്കി. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. പട്ടണത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ സ്തോത്രം വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അവർ ഹൃദയത്തെ വശീകരിച്ച് സ്തോത്രം ഹല്ലേലൂയ തൻ്റെ അടുക്കൽ ചേർത്ത് നിർത്തി. സ്തോത്രം. ഹെബ്രോനിൽ സ്തോത്രം ആരാധനയ്ക്കായി കടന്നുപോയ സ്തോത്രം അബ്ശാലോം സ്തോത്രം മടങ്ങി വരുന്നത് സ്തോത്രം ഇസ്രായേലിൻ്റെ രാജാവായിട്ട് സ്തോത്രം താൻ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മടങ്ങി വരുമ്പോൾ ദാവീദ് രാജാവ് സ്തോത്രം തൻ്റെ ഹല്ലേലൂയ സിംഹാസനത്തിൽ നിന്നും തൻ്റെ കൊട്ടാരത്തിൽ നിന്നും തൻ്റെ മകനെ പേടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് ശമൂവേലിൻ്റെ പുസ്തകം 2-ാം പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അപ്പോഴാണ് ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയതെന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ അഭിപ്രായപ്പെടുന്നു. പറയുന്നു, ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തേണമേ. സ്തോത്രം ഹല്ലേലൂയ. തൻ്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ സ്തോത്രം ആകുലങ്ങൾ കടന്നു വന്നപ്പോൾ, തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചാഞ്ചാട്ടം കടന്നു വന്നപ്പോൾ സ്തോത്രം ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തേണമേ. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. ദൈവം ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുമ്പോഴും സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം തനിക്ക് അവിടെ നിൽക്കുവാൻ കഴിയാത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളും അവന്റെ ജീവിതത്തിന് നേരെ കടന്നു വരുവാൻ വേണ്ടി ഇടയായി തീർന്നു. സ്തോത്രം. രാജകൊട്ടാരത്തിൽ താൻ പ്രവേശിച്ചുവെങ്കിലും രാജാവായിട്ട് ദൈവം തന്നെ കണ്ടുവെങ്കിലും സ്തോത്രം പലപ്പോഴും ആ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം തന്റെ കൂട്ടുകാരും തന്റെ മക്കളും തന്റെ ഹല്ലേലൂയ ശത്രുക്കളും തനിക്ക് നേരെ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തേണമേ. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് ദാവീദ് 1-ാമത്തെ വാക്യം 2-ാമത്തെ വാക്യം പറയുന്നു, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ. സ്തോത്രം ഹല്ലേലൂയ. ദാവീദിന്റെ ഹൃദയം സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ക്ഷീണിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. അവൻ തളർന്നു പോകുവാൻ വേണ്ടി ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. പലപ്പോഴും സ്തോത്രം നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോഴാണ്, സ്തോത്രം നമ്മുടെ ഹൃദയം ഭാരപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം നാം ദൈവത്തോട് നിലവിളിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. നമുക്കറിയാം ഒരു മനുഷ്യന്റെ സ്തോത്രം ഹല്ലേലൂയ മുഷ്ടി ഹല്ലേലൂയ ചുരുട്ടി പിടിക്കുമ്പോൾ അത്രയുമുണ്ട് ആ മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ആ ഹൃദയം കലങ്ങിപ്പോകുമ്പോൾ
ആ ഹൃദയം സ്തോത്രം ചഞ്ചലപ്പെടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവൻ ഭയപ്പെടുവാൻ വേണ്ടി ഇടയായി തീരും. സ്തോത്രം അവന്റെ മനസ്സ് തകർന്നു പോകുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ആ മനുഷ്യൻ എന്ത് ചെയ്യും? സ്തോത്രം തകർന്നു പോകുവാൻ വേണ്ടി ഇടയായി തീരും. സ്തോത്രം ഇവിടെ ദാവീദ് രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തേണമേ എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്ത ഹല്ലേലൂയ സ്തോത്രം ചാഞ്ചാട്ടമില്ലാത്ത ഹല്ലേലൂയ സ്തോത്രം ഒരിക്കലും നശിച്ചു പോകാതെ നിത്യമായിരിക്കുന്ന അനുഭവത്തിലേക്ക്, ആ നിത്യമായിരിക്കുന്ന പാറയിലേക്ക് എന്നെ വഴി നടത്തണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇടയായിത്തീർന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്തോത്രം കർത്താവിനറിയാം അവർ ഹൃദയം കലങ്ങുവാൻ സാധ്യതയുണ്ട്. സ്തോത്രം. കാരണം ഹല്ലേലൂയ സ്തോത്രം 3.5 വർഷം തങ്ങളോട് കൂടെ നടന്ന ഹല്ലേലൂയ സ്തോത്രം തങ്ങളുടെ ഗുരുവും ഹല്ലേലൂയ കർത്താവുമായവർ അവരെ പിരിഞ്ഞു പോകുമ്പോൾ ഹല്ലേലൂയ ഗുരുവിന് നേരിടുന്ന അല്ലെങ്കിൽ യേശുവിന് നേരിടുന്ന കഷ്ടങ്ങൾ അവരുടെ ഹൃദയത്തിൽ വഹിക്കുവാൻ കഴിയാതെ വരുമ്പോൾ അവരെ ചാഞ്ചാടുമെന്നും അവര് പിന്തിരിഞ്ഞു പോകുമെന്നും യേശുവിനറിയാം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചിരിക്കണം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഇന്ന് പകൽക്കാലം ഹൃദയം തകർന്നായിരിക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ നീ കടന്നു വന്നിരിക്കുന്നത് അല്ലെ വേദനയോടുകൂടെയുള്ള ഹൃദയത്തോടുകൂടെ ആയിരിക്കാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, അല്ലെ ഞാൻ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തേണമേ. സ്തോത്രം. സ്തോത്രം. യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവപാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ, ദൈവസന്നിധിയോട് ചേർന്ന് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് പറയാം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, എന്നിൽ വിശ്വസിപ്പീൻ, എന്നെ അയച്ച പിതാവിൽ വിശ്വസിപ്പീൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ നാം വിശ്വസിച്ച് കഴിയുമ്പോൾ, ദൈവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നാം മുമ്പോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയം ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, നാം ഭയപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലാക്കുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ നാം മനസ്സിലാക്കുമ്പോൾ നാം ഒരിക്കലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ ഹൃദയം സ്തോത്രം പതറിപ്പോകേണ്ട കാര്യമില്ല. സ്തോത്രം. പറയുന്നു, ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തേണമേ. സ്തോത്രം. പാറ എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ അത് ഒരു ഉറപ്പുള്ള അനുഭവമാണ്. സ്തോത്രം. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ വിടുവിച്ചു, അവൻ എന്നെ പാറമേൽ നിർത്തി. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഉറപ്പുള്ള പാറയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്യണം? നാം കടന്നു വരുന്നവരായിരിക്കണം. സ്തോത്രം. ആ ഉറപ്പുള്ള ഒരു പാറ നമുക്ക് വേണ്ടിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഹല്ലേലൂയ പിളർക്കപ്പെട്ട ഒരു പാറയുണ്ട്, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു പാറയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ആ പാറയിൽ നിന്നാണ് എല്ലാവരും കുടിച്ചത്, അവരെ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു. സ്തോത്രം. പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ഉറപ്പുള്ള അനുഭവത്തിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ ഉറപ്പുള്ള സ്ഥലത്ത് നീ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിലേക്ക് നീ മടങ്ങി വരണം, കർത്താവിലേക്ക് നീ മടങ്ങി വരണം.
കർത്താവിൽ നിലനിന്നെങ്കിൽ മാത്രമേ നിനക്ക് ഉറപ്പുണ്ടാകുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ ഉപേക്ഷിച്ച് നീ എവിടെ പോയാലും നിനക്ക് ഉറപ്പുണ്ടാകുകയില്ല, നിനക്ക് സ്ഥിരമായിരിക്കുന്ന അനുഭവം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം യേശുവിൽ ആര് വിശ്വസിക്കുന്നുവോ, യേശുവിൽ ആര് ഉറച്ചു നിൽക്കുന്നുവോ, അവിടെയാണ് സ്തോത്രം ഹല്ലേലൂയ അത്ഭുതങ്ങൾ കാണുവാൻ വേണ്ടി ഇടയായിത്തീരുന്നത്. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ആ പാറയിലേക്ക് നമുക്ക് മടങ്ങി വരാം, ആ ക്രിസ്തുവിലേക്ക് നമുക്ക് മടങ്ങി വരാം. സ്തോത്രം ഹല്ലേലൂയ. ആ പാറ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കാം. 5-ാമത്തെ വാക്യം. ദൈവമേ, നീ എന്റെ നേർച്ചകളെ കേട്ടു, നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. ഇവിടെ ദാവീദ് പറയുകയാണ്, ദൈവമേ നീ എന്റെ നേർച്ചകളെ കേട്ടു, നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ നീ എന്റെ നേർച്ചകളെ കേട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നീ എന്റെ തീരുമാനത്തെ കണ്ടു, പക്ഷേ ഹല്ലേലൂയ സ്തോത്രം നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. കാലം ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തിന്റെ മക്കളെ, നിനക്കൊരു അവകാശമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ എന്തുണ്ട്? നിനക്കൊരു അവകാശമുണ്ട്. സ്തോത്രം. ഇവിടെ ദാവീദ് പറയുകയാണ്, നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം നീ എനിക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. ആരെ ഭയപ്പെടണം? ദൈവത്തെ നമ്മൾ ഭയപ്പെടണം. സ്തോത്രം. ദൈവത്തെ നാം എന്ത് ചെയ്യണം? ഭയപ്പെടുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ശക്തി മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ, അവന്റെ പ്രവൃത്തി മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം വിശ്വാസഗോളത്തിലേക്ക് നാം നോക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം ഇന്ന് പകലിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും പലരുടെയും ദൈവഭയം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവഭയം നഷ്ടപ്പെട്ട്, ദൈവത്തോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ട്, ഹല്ലേലൂയ സ്തോത്രം മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവന്റെ ഹൃദയത്തിന്റെ മോഹം അനുസരിച്ചുകൊണ്ട് അവന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നാം സേവിക്കുന്ന ദൈവം അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ആരെങ്കിലും ഭയപ്പെടും അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോഴല്ല നീ ദൈവത്തെ ഭയപ്പെടേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ബഹുമാനം എന്ന് പറയുന്നത് അത് ഭയത്തോടു കൂടെ ആയിരിക്കണം. സ്തോത്രം. നമ്മൾ പലപ്പോഴും രോഗത്തെ ഭയപ്പെടാറുണ്ട്, നമ്മൾ പലപ്പോഴും ആളുകളെ ഭയപ്പെടാറുണ്ട്, നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടാറുണ്ട്. നമുക്ക് പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം പിശാചിന്റെ പ്രവർത്തികളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയം ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ ഭയം മാത്രമേ നമുക്കുള്ളൂ, ദൈവത്തെ പറ്റി നമുക്ക് ഭയമില്ല. സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുന്നവർക്കാണ് ദൈവം തന്റെ അവകാശം വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ നാം അവനെ ഭയപ്പെടണം. സ്തോത്രം. അവന്റെ പ്രവർത്തികളെ ഓർത്ത് നാം ഭയപ്പെടണം, അവന്റെ ന്യായവിധികളെ ഓർത്ത് എന്ത് ചെയ്യണം? നാം ഭയപ്പെടുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ സ്തോത്രം ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന സ്തോത്രം യിരെമ്യാവ് നെബൂഖദ്നേസർ രാജാവിനെ പറ്റി പറയുന്നത്, സ്തോത്രം പ്രവചനം പറയുന്നത്, ദൈവം അവനെ പറ്റി പറയുന്നത് എന്റെ ദാസനായിരിക്കുന്ന നെബൂഖദ്നേസർ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് നെബൂഖദ്നേസർ. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം നെബൂഖദ്നേസർ രാജാവ് സ്തോത്രം ഹല്ലേലൂയ അവന്റെ രാജ്യത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചു. അവന്റെ രാജ്യത്തിന് ഹല്ലേലൂയ സ്തോത്രം രാജ്യത്തോട് അനേക രാജ്യങ്ങളെ അവൻ ചേർത്തു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. പുരാതന ലോകത്തിലെ ഏറ്റവും വലിയ സ്തോത്രം അത്ഭുതമായിരിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം തൂങ്ങിയാടുന്ന പൂങ്കാവനം എന്ന് പറയുന്ന ഹല്ലേലൂയ സ്തോത്രം പുരാതന ഒരു അത്ഭുതം സ്തോത്രം രാജാവിന്റെ കൊട്ടാരത്തിനകത്തുണ്ടായിരുന്നു. ഒരിക്കൽ സ്തോത്രം ഹല്ലേലൂയ നെബൂഖദ്നേസർ രാജാവ് സ്തോത്രം തന്റെ മഹത്വത്തെ നോക്കി, തന്റെ കൊട്ടാരത്തെ നോക്കി, തന്റെ ശക്തിയെ നോക്കി ഹല്ലേലൂയ സ്തോത്രം ഇപ്രകാരം പറഞ്ഞു,
ഇതെന്റെ ബഹുമാനത്താൽ എന്റെ ശക്തിയാൽ ഞാൻ നേടിയ മഹതിയാം ബാബിലോണാണെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, അവന്റെ ആ വാക്ക് അവന്റെ നാവിന്മേൽ ഇരിക്കുമ്പോൾ തന്നെ സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, അവന്റെ ശരീരത്തെ ദൈവം മാറ്റി. സ്തോത്രം. അവന്റെ ശരീരം മുഴുവനും അലലിയ തൂവലുകൾ വന്നു. സ്തോത്രം. അവന്റെ സ്വഭാവം മാറി. അലലിയ സ്തോത്രം. അവൻ അല്ലിയ പശു പുല്ല് തിന്നുന്നത് പോലെ പുല്ല് തിന്നാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. മാരകമായിരിക്കുന്ന അവസ്ഥകൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, അവന്റെ ഗർവം, അവന്റെ അഹങ്കാരം അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്നപ്പോൾ ദൈവം അവനെ തൊടുവാൻ വേണ്ടിയിടയായിരുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, അഹങ്കാരികളുടെ മേൽ, ദൈവത്തെ ബഹുമാനിക്കാത്തവന്റെ മേൽ, ദൈവത്തെ ഭയപ്പെടാത്തവന്റെ മേൽ ദൈവ ന്യായവിധി ഹല്ലേലൂയ സ്തോത്രം അയക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് പകൽക്കാലം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് ചോദിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ നീ പറയണം. ഹല്ലേലൂയ. നിന്നെ ഭയപ്പെടുന്നവരുടെ, നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ, ആ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം നീ എനിക്ക് തരുന്ന ദൈവമാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, ഹെരോദ രാജാവ് സ്തോത്രം ഹല്ലേലൂയ പത്രോസിനെ വാൾ കൊണ്ട് കൊല്ലുവാൻ വേണ്ടി ആഗ്രഹിച്ചു. സ്തോത്രം. എന്നാൽ ദൈവം സ്തോത്രം പത്രോസിനെ വിടുവിച്ചു. അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, ഹെരോദ രാജാവ് തന്റെ ഭദ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് ആളുകളോട് സംസാരിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, അവന്റെ ശബ്ദം ദൈവ ദൂതന്റെ ശബ്ദം പോലെ അവന് തോന്നി. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവദൂതന്റെ ശബ്ദം പോലെ അവന് തോന്നിയിട്ട് ഹല്ലേലൂയ സ്തോത്രം, അവന്റെ ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടായപ്പോൾ അവിടെ വായിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം, അവൻ ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് കാരണമായി തീർന്നു. അവൻ ദൈവത്തിന്റെ അടിയേറ്റു. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ ശരീരം മുഴുവനും ഹല്ലേലൂയ പുഴുക്കൾ ബാധിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം ഹല്ലേലൂയ സ്തോത്രം സ്നേഹവാൻ ആണ് എന്ന് നാം മനസ്സിലാക്കുമ്പോഴും തന്നെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, അവൻ തീഷ്ണതയുള്ള ദൈവമാണ്. അവൻ ന്യായം വിധിക്കുന്ന ദൈവമാണ്. മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൻ പകരം കൊടുക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തോട് മത്സരിക്കരുത്, ആ ദൈവത്തോട് അഹങ്കരിക്കരുത്. ആ ദൈവത്തെ നീ ഭയപ്പെടുമ്പോൾ, ആ ദൈവത്തെ ബഹുമാനിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവന്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് അവൻ അവകാശം കൊടുക്കുന്ന ദൈവമാണ്. പകൽക്കാലം ദൈവത്തിന്റെ നാമത്തെ എന്ത് ചെയ്യണം? ഭയപ്പെടുന്നവരായിരിക്കണം. നാമത്തെ ഭയപ്പെടുന്നവർക്കൊന്നുണ്ട്, അവൻ അവകാശം കൊടുക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഇവർക്കാലം നീ ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ, കർത്താവിനെ ഭയപ്പെടുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ആ ഭയപ്പെടുന്ന അവകാശം ദൈവം നമുക്ക് നൽകുവാൻ വേണ്ടി ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഇവർക്കാലം ഹല്ലേലൂയ നമ്മുടെ എല്ലാ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ബഹുമാനവും നമ്മുടെ എല്ലാ ഹല്ലേലൂയ സ്തോത്രം അഹങ്കാരവും മാറ്റിവെച്ച് ദൈവമേ നീയാണ് വലിയവൻ, നീയാണ് സർവശക്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്കുള്ള അവകാശം അവൻ നിനക്ക് തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ, പൂർണ്ണ ഹൃദയത്തോടുകൂടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം ബുദ്ധിയിൽ ഊന്നരുത്. ഹല്ലേലൂയ സ്തോത്രം. ഇത് പകൽക്കാലം പൂർണ്ണ ഹൃദയത്തോടുകൂടെ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ വാഞ്ചകളെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിനക്ക് അവകാശം നൽകുന്ന, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പറയുന്നു ഹല്ലേലൂയ സ്തോത്രം. ദൈവമേ നീ എന്റെ നേർച്ചകളെ കേട്ടു, എന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം നീ എനിക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ അവകാശത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ അവസാന വാക്യ പ്രകാരം പറയുന്നു, അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എന്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും.
അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കും, എൻ്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ നാമത്തെ ഹല്ലേലൂയ സ്തോത്രം എങ്ങനെയാണ് കീർത്തിക്കുന്നത്? എന്നേക്കും കീർത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്നേക്കും കീർത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. ഏത് സാഹചര്യങ്ങൾ കടന്നു വന്നാലും ദൈവത്തെ ആരാധിക്കുന്നതിൽ നാം അടുത്തു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചാണ് ദൈവം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹിക്കുന്നതെങ്കിൽ സ്തോത്രം നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ വേണ്ടി സാധിക്കത്തില്ല. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നിശ്ചയമായും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. എന്ത് ചെയ്യണം? നാൾതോറും ദൈവത്തിന്റെ നാമത്തെ എന്നേക്കും കീർത്തിക്കുന്നവരായിരിക്കും. സ്തോത്രം. അതിന് ഞായറാഴ്ച എന്നില്ല, വെള്ളിയാഴ്ച എന്നില്ല. ദൈവം നമുക്ക് തരുന്ന എല്ലാ മണിക്കൂറും എന്ത് ചെയ്യണം? ദൈവത്തിന്റെ നാമത്തെ കീർത്തിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നതെങ്കിൽ നാം ഒരിക്കലും എന്ത് ചെയ്യരുത്? കുറവുള്ളവരായി തീരരുത്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം നേർച്ചകളെ ഹല്ലേലൂയ സ്തോത്രം യാഗങ്ങളെ എന്ത് ചെയ്യണം? നാം അർപ്പിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സമർപ്പിക്കുമ്പോഴാണ് അവിടെ ആരാധന വെളിപ്പെടുവാൻ വേണ്ടി ഇടയായിത്തീരുന്നത്. സ്തോത്രം. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി ഇടയായിത്തീരുന്നത്. ഇവിടെ ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ ദൈവമേ എന്റെ നിലവിളി കേൾക്കണം, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തേണമേ. സ്തോത്രം. നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവനെ കൈപ്പാകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. സ്തോത്രം. എന്നാൽ നാം അടുത്തു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പലപ്പോഴും സ്തോത്രം നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നാം അടുത്തു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവേ ഇന്ന് പകൽക്കാലം അവിടുന്ന് എന്നെ സഹായിക്കണമേ. പലപ്പോഴും ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന പരാജയപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. കർത്താവേ ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും കർത്താവേ അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയെ ഭയപ്പെടുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം കർത്താവ് എനിക്ക് നൽകിയിരിക്കുകയാണ്. ഈ ലോകത്തിൽ കർത്താവിനെ ഭയപ്പെട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മുടെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യക്കാലം ദിവസത്തിൽ കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ബോധ്യപ്പെടുത്തുവാൻ ഈ മരുഭൂമി യാത്രയിൽ സ്വർഗത്തിലെ ദൈവം ഞാൻ ജീവിതത്തിൽ നൽകിയ നല്ല ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവാദിപത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. ഹൃദയം തളർന്നു പോകുവാൻ ദൈവം സമ്മതിക്കരുതേ. ഹൃദയത്തിൽ ധൈര്യമുള്ളവരായി പ്രത്യാശയുള്ളവരായി മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കണമേ. കർത്താവിനെ ഭയപ്പെടുവാൻ, ദൈവിക നന്മകളെ പ്രാപിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനപ്രകാരം ജനത്തെ അവിടെ അനുഗ്രഹിക്കണം, ദൈവകൃപയിലോട്ട് പരിപാലിക്കണം. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സാക്ഷ്യത്തിന് പ്രബോധനത്തിന്റെ സമയങ്ങളിൽ